ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർക്ക് കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും അലട്ടുന്ന ഒരു ചിന്ത, എൻ്റെ നാളുകൾ എന്തായി തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, ഞാനായിരിക്കുന്ന ഇടത്ത് എൻ്റെ ഭാവി എന്തായി തീരുമെന്നുള്ള വ്യാകുല ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ചിന്തകളെ അകറ്റി, നമ്മുടെ നിരാശകളെ മാറ്റി, നമ്മുടെ നാളെയെ കുറിച്ചുള്ള വേദനകളെ മാറ്റി നമ്മെ ചേർക്കുന്ന നല്ലൊരു കർത്താവുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ മനോവ്യസനങ്ങൾ അറിയുന്ന ആ കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മളെ കൈ കരുതുന്നറിയുമോ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനുള്ളതും കരുതുന്ന ആ നല്ല കർത്താവിന്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മനമേ സഞ്ചരമെന്തിന എന്ന് തുടങ്ങുന്ന എനിക്ക് പത്താശ വരും പർവ്വതം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം ഈ രാത്രിയിൽ നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.
ഒരിക്കൽ കർത്താവിന്റെ ദാസനായ സാധു സുന്ദർ സിംഗ് തന്റെ ജീവിതത്തിൽ പ്രകാരം പറയുവാനിടയായി തീർന്നു. കർത്താവായ യേശുവിന് വേണ്ടി മരിക്കുവാൻ ചില മണിക്കൂറുകളോ ചില മിനിറ്റുകളോ മാത്രം മതി. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുദിനം മരിച്ചുകൊണ്ടേയിരിക്കണം. വളരെ അർത്ഥവത്തായ ചില പദങ്ങളാണ് തന്റെ ജീവിതത്തിൽ താൻ ചേർക്കുവാനിടയായി തീർന്നത്. ഈ ലോക ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും നമ്മുടെ ശരണവുമായ ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നാം അനുദിനം മരിച്ചുകൊണ്ടേയിരിക്കണം. മനോഹരമായ അർത്ഥം വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം. നീയൻ സങ്കേതവും നീയൻ കോട്ടയും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം സിസ്റ്റർ ആൽഫ നമുക്കായി ആലപിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും.
Praise the Lord. നമ്മുടെ കരമുയർത്തി ഒരു പ്രാവശ്യം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് നമ്മുടെ കർത്താവിന്റെ നാമം. അവൻ രാജാതിരാജാവായി നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഉള്ള ഒരു ദൈവമാണ്. അവൻ സൈന്യാധിപനാണ്. ആ ദൈവം നമ്മെ കരുതുന്ന ദൈവമാകിയാൽ ഇന്ന് രാത്രിയിൽ ജയത്തോടെ നമ്മെ നടത്തുവാൻ, നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും നമ്മെ തന്റെ സൗരഭ്യവാസനയാക്കി തീർക്കുവാൻ ആ കർത്താവിന്റെ നാമം മതിയായ നാമമാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവസ്നേഹത്തെ വർദ്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കൂടെ നമുക്ക് ശ്രമിക്കാം. സിസ്റ്റർ ആൻഫിയ ദൈവനാമ മഹത്വത്തിനായി ആലപിക്കുന്നു. സർവ സൈന്യാധിപൻ യേശു എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം സിസ്റ്റർ ആൻഫിയ ജോഷി ദൈവനാമ മഹത്വത്തിനായി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിക്കും.
Praise the Lord. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മെ വിട്ട് കടന്നുപോയ കർത്താവിന്റെ പൊന്മുഖത്തെ തേജസ്സോടെ കാണുവാൻ ഒരു ദിവസം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ഈ ലോകത്തിലെ ക്ലേശങ്ങൾ തീർന്ന് എനിക്ക് വേണ്ടി വേദനയേറ്റ അരുമനാഥനായ കർത്താവിനെ വീണ്ടും മുഖാമുഖമായി തേജസ്സോടെ കാണുന്ന ഒരു ശുഭദിനം നമുക്കുണ്ട്. അമ്മ ഈ ലോക സംഭവങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസാനത്തെ ആ വലിയ അത്ഭുതത്തിലേക്ക് ഈ രാത്രിയിലും ചേർക്കുവാൻ, ആ പ്രത്യാശയോടെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ദൈവനാമ മഹത്വത്തിനായി ആലപിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രമിക്കും.
Praise the Lord. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയപ്പോൾ, ഈ ലോകത്തിൽ അന്ധകാരത്തിന്റെ കീഴിലായിരുന്നപ്പോൾ, ലോക മഹിമകളെ വെടിഞ്ഞ, സ്വർലോക മഹിമകളെ വെടിഞ്ഞ ഈ ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ പിറന്ന നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ വീണ്ടെടുത്ത ആ നല്ല കർത്താവിനെ ഈ രാത്രിയിലും സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കന്യാസുതനെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. പാസ്റ്റർ ജോജി ജോൺ ദൈവനാമ മഹത്വത്തിനായി ആലപിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കും. Praise the Lord. Hallelujah.
Praise the Lord. ഇന്ന് നമ്മെ എല്ലാവരെയും അലട്ടുന്ന ഒരു ചിന്ത സമാധാനം ഇല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകം തരുന്ന സമാധാനം അത് ശാശ്വതമല്ല. എന്നാൽ കർത്താവ് നമുക്ക് നൽകി തരുന്ന സമാധാനം അത് നിത്യമായ സമാധാനമാണ്, അത് ശാശ്വതമാണ്. ഈ രാത്രിയിൽ ആ ദായകനെ, സമാധാനദായകനെ ഈ രാത്രിയിൽ ഉയർത്തുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശു നായകൻ, സമാധാനദായകൻ എന്ന് തുടങ്ങുന്ന അനുഗ്രഹമേറിയ ഗാനം ഈ രാത്രിയിൽ ദൈവനാമ മഹത്വത്തിനായി ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിക്കാം. പാസ്റ്റർ ജോമോൻ ജോസഫ് ദൈവനാമ മഹത്വത്തിനായി ആഗ്രഹിക്കുന്നു. ൂട്ടി
നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദയവായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ചെയറുകളിലേക്ക് കയറിയിരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദരാത്മീക ശുശ്രൂഷയാണ് നാം ഒരുമിച്ച് ദരാത്രിയിൽ ശുശ്രൂഷിക്കാനായിട്ട് പോകുകയാണ്. ഈ സമയം വരെയും അനുഗ്രഹമേറിയ ഗാനങ്ങൾ നാം ശ്രമിച്ചുകൊണ്ട് ഇരുന്നു. തുടർന്നുള്ള ചില സമയങ്ങൾ നാം ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും പാടി മൗല്യപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. നമ്മുടെ